കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിങ്ങളുടെ മകളോട് ഇത്രയും വലിയൊരു കാര്യം മറയ്ക്കോ? അങ്ങനെയല്ല വസു. ഞങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ വസു. എത്ര തവണ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ ഓരോ തവണയും ഓരോ തടസ്സങ്ങളാ. ഇല്ലമ്മേ, നിങ്ങൾക്ക് എന്നോട് പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ പറയുമായിരുന്നു. നിങ്ങൾ ഈ സത്യത്തെ മറക്കണമെന്ന് തന്നെ വിചാരിച്ചത്. ഒരിക്കലും ഞാൻ അറിയാൻ പാടില്ല എന്ന് തന്നെ വിചാരിച്ചത്. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എനിക്ക് ആദ്യം തൊട്ടേ ഈ കല്യാണത്തിന് ഇഷ്ടമല്ല. നിർബന്ധിച്ച് സമ്മതിപ്പിച്ചത് എന്നെ കൊണ്ട്. എല്ലാം എന്നോട് പറഞ്ഞിട്ട് ഈ കല്യാണം നടത്തുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത്രയും വലിയൊരു സത്യം എന്നിൽ നിന്ന് മറക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ പോലും ഞാനായിട്ട് ആ സത്യം മനസ്സിലാക്കി നിങ്ങളോട് ചോദിച്ചപ്പോഴല്ലേ എന്നോട് സമ്മതിച്ചത്. കല്യാണ മണ്ഡപം വരെ എത്തി നിൽക്കുന്ന കല്യാണത്തെ വേണ്ടാന്ന് വെക്കില്ല എന്നുള്ള ധൈര്യമല്ലേ നിങ്ങൾക്ക്? ദയവ് ചെയ്ത് ഞങ്ങളെ മനസ്സിലാക്കുക വസു. നിന്നോട് സത്യം പറയണമെന്ന് നിന്റെ അമ്മ തുടക്കത്തിലേ എന്നോട് പറഞ്ഞതാ. ഞാനാ അവളോട് വേണ്ടെന്ന് പറഞ്ഞത്. നിന്നോട് പറയാനുള്ള ധൈര്യമില്ലാത്തോണ്ടാ മോളെ ഇങ്ങനെ ചെയ്തത്. അല്ലാതെ നിന്നോടൊന്നും മറച്ചു വെക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല മോളെ. അതെ വസു, ഞങ്ങൾ എന്ത് ചെയ്താലും അതെല്ലാം നിന്റെ സന്തോഷത്തിനു വേണ്ടിയാ. നീ ഉണ്ണി സന്തോഷായിരിക്കണം. ആദ്യം തന്നെ ഇക്കാര്യം പറഞ്ഞാ നീ വല്ലാതെ വിഷമിക്കുമായിരുന്നു. ഈ കല്യാണം തന്നെ വേണ്ടെന്ന് പറയും. അതുകൊണ്ടാ മോളെ നിന്നോട് പറയാതിരുന്നത്. എന്ത് കാരണം കൊണ്ടായാലും നിങ്ങളെ സത്യം മറച്ചു വെച്ചത് തെറ്റല്ലേ അമ്മേ? എത്ര വിഷമിച്ചാലും സത്യം പറയണം. ഈ തീരുമാനം ഞാനും കൂടെ അറിയണമായിരുന്നു. പക്ഷെ കള്ളം എന്നോട് പറഞ്ഞ് എന്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു. ഉണ്ണിയുടെ സന്തോഷത്തിനു വേണ്ടി നീ ഇതുവരെ ഒരു കള്ളവും പറഞ്ഞിട്ടില്ലേ വസു? അവന്റെ അച്ഛൻ അവന് അയച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞ് അവൻ ആഗ്രഹിച്ച ഗിഫ്റ്റ് എല്ലാം വാങ്ങിക്കൊടുത്തില്ലേ? അങ്ങനെ കള്ളങ്ങൾ പറഞ്ഞല്ലേ ഉണ്ണിയെ നീ ഇത്ര കാലവും സന്തോഷിപ്പിച്ചേ? അത് വേറെ, ഇത് വേറെയാ അമ്മേ. നിനക്ക് ഉണ്ണി എങ്ങനെയാണോ അതുപോലെയാണ് മോളെ നീ ഞങ്ങൾക്ക്. കള്ളം പറഞ്ഞ് നീ ഉണ്ണിയെ സന്തോഷിപ്പിക്കാറില്ലേ? അതുപോലെ തന്നെ നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ഒരു ചെറിയ കള്ളം പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോ എന്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടണോ? എനിക്ക് വേണ്ടി നിങ്ങൾ വിഷമിക്കണോ? മക്കളുടെ സന്തോഷത്തെക്കാളും വലുതായി അച്ഛനമ്മമാർക്ക് വേറെ എന്താ വേണ്ട വസു? സ്വന്തം മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വലിയവരെന്തൊക്കെ ചെയ്യുമെന്നറിയോ? നീ ഒരു അമ്മയല്ലേ, എല്ലാ കാര്യങ്ങളും നിനക്കും മനസ്സിലാവും. ഞങ്ങളുടെ മോള് സുഖമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളെ മനസ്സിലാക്കൂ വസു. ഉണ്ണിയോട് കള്ളം പറഞ്ഞ് ഞാൻ ഇതുവരെ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല അമ്മേ. പക്ഷെ നിങ്ങൾ എന്നോട് ഈ സത്യം മറച്ചു വെച്ചതുകൊണ്ട് നിങ്ങൾ എന്താ നഷ്ടപ്പെടുത്തിയത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അമ്മേ. നോക്കുമോളെ, 1000 കള്ളം പറഞ്ഞ് ഒരു കല്യാണം നടത്താമെന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. നിന്റെ കല്യാണത്തിനു വേണ്ടി ഞങ്ങൾ പറഞ്ഞത് ഈ ഒരു കള്ളം മാത്രമാണ് മോളെ. ഒരു കള്ളമാണെങ്കിലും 100 കള്ളമാണെങ്കിലും എന്നോട് എന്തിനാ അച്ഛാ മറച്ചത്? എന്നെ എന്തിനാ വിഷമിപ്പിച്ചത്? നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? പറയച്ചാ, പറയേ.
ശരി വസു, ഞങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാ. അതോർത്തെങ്കിലും ഞങ്ങളോട് ക്ഷമിക്ക്. അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ വേണേലും ശിക്ഷിച്ചോ. അമ്മ, എന്നോട് എന്തിനാ ശിക്ഷിക്കാൻ പറയുന്നത്? എന്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ സ്വയം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആലോചിക്കുന്നതൊക്കെ നിങ്ങളെ പറ്റി മാത്രം. നിങ്ങൾ കഷ്ടപ്പെടരുതെന്നേ ഉള്ളൂ എനിക്ക്. അതുപോലെ ഞങ്ങൾ ചിന്തിക്കുന്നത് നിന്നെക്കുറിച്ചാണ് മോളെ. നീ കഷ്ടപ്പെടാൻ പാടില്ല. ഉണ്ണിയും നീയും സന്തോഷത്തോടെ ഇരിക്കണം. അതുകൊണ്ടാ നിന്നോട് ഞങ്ങൾ സത്യം പറയാതിരുന്നത്. പക്ഷെ ഞങ്ങൾ പറയാതെ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിനക്ക് ആ സത്യം മനസ്സിലായി. ഇനിയും നമുക്കിടയിൽ ഒന്നും ഒളിച്ചു വെക്കേണ്ടതില്ല. അതെ വസു, ഇനി നമ്മുടെ ഇടയില് ഒരു രഹസ്യവും. കഴിഞ്ഞതൊക്കെ മറന്നേക്കും മോളെ. ഞങ്ങൾ ഇക്കാര്യം മറച്ചു വെച്ചത് നിന്നെ സന്തോഷിപ്പിക്കാനായിരുന്നു, അല്ലാതെ വേദനിപ്പിക്കാനല്ല. മുൻപോട്ടുള്ള സമയത്ത് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളുണ്ട് നിന്റെ കൂടെ. നീ ആരുടെയും പഴി കേൾക്കേണ്ട അവസ്ഥ വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. നിനക്ക് എടി പൊട്ടിപ്പെണ്ണെ, ഈ നിസ്സാര കാര്യത്തിന് ഇങ്ങനെ ഇരുന്ന് കരയാൻ തുടങ്ങിയ എങ്ങനെയാ? കല്യാണ പെണ്ണ് കരയാൻ പാടുണ്ടോ? പോമ്മ, ഞാൻ അമ്മയോട് സംസാരിക്കില്ല. പെണ്ണിനെ ചെറുക്കന്റെ വീട്ടിലേക്ക് അയക്കാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. അതിനു മുന്നേ തന്നെ കരച്ചിൽ തുടങ്ങിയോ? അതൊന്നും അല്ല മോളെ. എനിക്ക് മനസ്സിലാവും ചെറിയമ്മേ, ഞാനൊരു പെണ്ണല്ലേ. എന്റെ കല്യാണത്തിന്റെ അന്ന് എന്റെ അച്ഛനും അമ്മയും ഒരു വശത്ത് സന്തോഷിക്കുന്നതും മറുവശത്ത് വിഷമിക്കുന്നതും ഞാൻ കണ്ടു. പെൺമക്കളുള്ള ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഇത് സഹിക്കാൻ കഴിയില്ലല്ലോ. എന്നാ നിങ്ങൾ പ്രസവിക്കാത്ത മകൾക്ക് വേണ്ടിയിട്ടാ നിങ്ങളുടെ കണ്ണ് നിറയുന്നത്. അതാ നിങ്ങളുടെ നന്മ. പ്രസവിച്ചാൽ മാത്രമേ മകളാകത്തുള്ളൂ. ഇവരെനിക്ക് അമ്മയും അച്ഛനും അല്ല, എന്റെ ദൈവം. തെറ്റുപറ്റിപ്പോയി വസു, ഇനി അങ്ങനെ പറയത്തില്ല. കുറച്ചു സമയം കഴിയുമ്പോൾ ചടങ്ങുകളൊക്കെ ആരംഭിക്കും. അപ്പൊ ഞാൻ വന്ന് വസുവിനെ കൂട്ടിക്കൊണ്ടുപോവാം. റെഡിയായിട്ട് നിക്കണേ. ആ പൂവൊക്കെ ഇങ്ങ് കൊണ്ടുവന്നേ. ഇവിടെ വെച്ചാ മതി. എല്ലാം കൊണ്ടുവന്നല്ലോ അല്ലേ? അത് ആ സൈഡിലേക്ക് വെച്ചോളൂ. ശരി മോനെ. എല്ലാ പൂവും കറക്റ്റായിട്ട് വെക്കണേ. കറക്റ്റായിട്ട് വെക്കാം. അത് നോക്കിയേ.
ആ അതവിടെ വെച്ചോളൂ. എന്താടി നീ പറയുന്നേ? അതെ പിങ്കി, ഞങ്ങൾക്ക് ബന്ധുക്കളൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ കുടുംബത്തിന്റെയും അന്തസ്സിനൊത്ത രീതിയിൽ തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നില്ലേ? ഒരു കുറവും വരുത്തിയില്ലല്ലോ ചേച്ചി. അമ്മയും അച്ഛനും എന്നോട് അത്രയും വലിയൊരു സത്യം മറച്ചു വെച്ചു. സത്യം മറച്ചു വെച്ചല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു ഞാൻ. വസുവിനെ കാണുമ്പോഴെല്ലാം മനസ്സിന് വല്ലാത്ത ഭാരമായിരുന്നു. അതുകൊണ്ടല്ലേ വസുവിനോട് സത്യം പറയാതെ എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നത്. ഇപ്പോഴാ മനസ്സൊന്ന് ശാന്തമായത്. ഭാരം ഒഴിഞ്ഞതുപോലെയുണ്ട്. ഇപ്പൊ നീ എന്ത് ചെയ്യാൻ പോകുന്ന വസു? എനിക്ക് വിഷമമുണ്ട്, ദേഷ്യമുണ്ട്. പക്ഷെ ഇനി എന്ത് ചെയ്യാനാ? എല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പൊ എന്റെ കയ്യിലല്ലല്ലോ ഒന്നും. വസുവിന്റെ അടുത്ത് എല്ലാം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അവള് വിവാഹമോചിതയല്ല, വിധവയാണെന്ന് നേരത്തെ വസുവിനെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഈ കല്യാണം തന്നെ നടക്കില്ലായിരുന്നു സുശീല. വസു ഒരിക്കലും ഇത് സമ്മതിക്കില്ലായിരുന്നു. ഇപ്പൊ അവൾ അറിഞ്ഞതാ നന്നായത്. വസുവിന് നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായി. പിന്നെ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ സന്തോഷത്തിന് വേണ്ടി അമ്മയും അച്ഛനും അവർക്ക് ആകെയുള്ളൊരു ജീവിതമാർഗമായ ആ നഴ്സറി വിറ്റു. ആ കാശുകൊണ്ട് സ്ത്രീധനമൊക്കെ കൊണ്ടുവന്നിരിക്കുക. ഈ സത്യം എനിക്ക് ഇപ്പോഴാ മനസ്സിലായ. നേരത്തെ പറഞ്ഞു ഞാനതിന് സമ്മതിക്കില്ല എന്ന് വിചാരിച്ച് അമ്മയും അച്ഛനും എന്നോട് ആ സത്യം മറച്ചു വെച്ചു. ഞാൻ എന്താന്ന് ചോദിച്ചപ്പോഴൊക്കെ ഒന്നും സംഭവിക്കാത്ത പോലെ മിണ്ടാതിരുന്നു. ഇനി മോശമായി ഒന്നും സംഭവിക്കില്ല. ഈ കല്യാണം ഒരു തടസ്സമില്ലാതെ നടക്കാൻ പോവാ. നമ്മൾ കൊടുത്ത ആഭരണങ്ങളെല്ലാം കണ്ട് ജയന്തി ചേച്ചി നല്ല സന്തോഷത്തിലാ. അതെ സുശീല, ബന്ധുക്കളില്ല എന്നുള്ള കുറവൊഴിച്ച് വേറെ ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും നിന്റെ ഹാൻഡ് ബാഗ് കൈ വയ്ക്കുന്നത് ശരിയാണോ അംബികേ? നിങ്ങൾ എന്റെ മുന്താണിയിൽ കെട്ടിവെച്ചാലാണ് അത് തെറ്റ്. എന്റെ ഹാൻഡ് ബാഗ് ഒന്ന് കയ്യിൽ തന്നു വെച്ച് അത് വലിയ ക്രൈമാണോ പ്രേമ? സുമ സിസ്റ്റർ, പറഞ്ഞോളൂ. എന്താ അംബിക ചേച്ചി? എന്താ സിസ്റ്റർ ഇത്? എന്തിനാ ഇത്ര ബഹുമാനത്തോടെ സംസാരിക്കുന്നേ? സ്നേഹത്തോടെ അംബിക സിസ്റ്റർ എന്ന് വിളിച്ചാ പോരെ? എനിക്ക് ഒരുപാട് സന്തോഷായി അംബിക സിസ്റ്റർ. എന്തിനാ എന്നെ വിളിച്ചേ? ഞാനൊരു വാക്ക് തന്നില്ലേ, അതിപ്പോ പാലിക്കാൻ പോവാ. പ്രേമ, അതിങ്ങി തന്നെ. വാങ്ങിക്കോളൂ സിസ്റ്റർ. ഇതെന്താ സിസ്റ്റർ? തുറന്നു നോക്കൂ. നെക്ലേസോ? കാർത്തികയ്ക്ക് വളരെ നന്നായിട്ടുണ്ട്. ഇത് വിളക്ക് വെക്കുന്ന പ്രോഗ്രാമിനിടാനുള്ളതാണോ അതോ സംഗീത പ്രോഗ്രാമിനോ അതല്ല മൈലാഞ്ചി ചടങ്ങിനോ? ഇത് കാർത്തികയ്ക്ക് അല്ല സിസ്റ്റർ, നിങ്ങൾക്കാ. എനിക്കോ? ഇത്രയും വില കൂടി നെക്ലേസോ? നിങ്ങളെക്കാട്ടിലും കോസ്റ്റ്ലി ഒന്നും അല്ല സിസ്റ്റർ ഇത്. എന്തൊക്കെയായാലും നിങ്ങളാ വീട്ടിലെ നാത്തൂനല്ലേ,
അപ്പൊ നിങ്ങളുടെ അന്തസ്സിന് പറ്റുന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. ഇന്നേ വരെ ആരും എനിക്ക് വില കൂടിയ ഗിഫ്റ്റ് തന്നിട്ടില്ല. അതെന്താ, വസുവിന്റെ വീട്ടിൽ നിന്നൊന്നും തന്നില്ലെന്നാണോ? ആ തന്നു തന്നെ. ചോറ് കഴിക്കാൻ വകയില്ലാത്ത ആൾക്കാരാ. അവരാണോ സമ്മാനം തരുന്നത്? അവര് തന്നാലെന്താ, തന്നില്ലെങ്കിൽ എന്താ? നിങ്ങക്ക് ഞങ്ങളില്ലേ സിസ്റ്റർ? നിങ്ങക്ക് എന്തു വേണമെങ്കിലും ഞങ്ങൾ തരും. അയ്യോ, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യ. ഇനി അങ്ങോട്ടേക്ക് എത്ര ജന്മം കഴിഞ്ഞാൽ ഇത് തുടരണം. ഈ ജന്മത്തിൽ അവൾക്കത് പോരുന്നോ? വരും ജന്മത്തിലും ഇവൾക്ക് ഒരുപാട് നെക്ലസുകൾ വേണ്ടിവരും. ചേട്ടൻ എന്തോ മനസ്സിൽ ആലോചിക്കുന്നുണ്ടല്ലോ. ഇവളെന്താ പോലീസ് നായാണോ? മനസ്സിൽ വിചാരിച്ചത് മണത്ത് പിടിച്ചല്ലോ. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കും അംബികയ്ക്കും മുൻജന്മ ബന്ധമുണ്ടോ എന്ന് എനിക്കൊരു തോന്നൽ. അതെ സിസ്റ്റർ, കുറച്ചു നേരത്തിനുള്ളിൽ ചടങ്ങുകളൊക്കെ ആരംഭിക്കാൻ പോവല്ലേ. ആദ്യം ആരാ ചടങ്ങ് ചെയ്യാൻ പോകുന്നേ? നമ്മുടെ കാർത്തികയ്ക്ക് ചേച്ചിയും ആ വസുൻ അവളുടെ അമ്മായി ആയിരിക്കും സിസ്റ്റർ. ഞാൻ എന്റെ മോളുടെ സ്വന്തം അമ്മയാണ്. പക്ഷെ ആ വസു സുശീലയുടെ സ്വന്തം മകളല്ലല്ലോ. ആ പെണ്ണിന്റെ അമ്മായിയല്ലേ അവര്? അമ്മ ഇപ്പൊ അമ്മയായി മാറി സിസ്റ്ററെ. എത്രയായാലും അമ്മ അമ്മ തന്നെയല്ലേ സിസ്റ്റർ? ആ സുശീലയ്ക്ക് പകരമായിട്ട് ആ സന്ധ്യയുടെ അമ്മയെ കൊണ്ട് ചടങ്ങ് ചെയ്യിച്ചാൽ കൂടുതൽ നല്ലതായിരിക്കില്ലേ? ആ വളരെ നന്നായിരിക്കും സിസ്റ്റർ. സന്ധ്യ ചേച്ചി മുറയ്ക്ക് വസുവിന്റെ അമ്മ തന്നെയാണല്ലോ. ഇക്കാര്യം ഞാൻ തന്നെ ജയന്ത ചേച്ചിയോട് പറഞ്ഞേനെ. പക്ഷേ ശങ്കിലൂടെ കൊടുത്തില്ലെങ്കിൽ അത് തീർത്ഥമാകില്ലെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്നതായിരിക്കും അതിന്റെ ശരി. നല്ല കാര്യമാണല്ലോ സിസ്റ്റർ. ഇതുപോലുള്ള സീനാണ് എനിക്ക് വേണ്ടത്. ചേച്ചി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി എത്തിക്കേണ്ട അടുത്ത് ഞാൻ എത്തിച്ചോളാം. എന്നാ പോയിട്ട് വരേ. വല്ലവന്റെയൊക്കെ മാനം കളയാൻ വേണ്ടി വെറുതെ നമ്മുടെ കയ്യിൽ പണം കളയേണ്ട ആവശ്യം എന്താണ് എന്റെ അമ്പിയെ? പണം എങ്ങനെ സമ്പാദിക്കുന്നു എന്നതിൽ മാത്രമല്ല, എവിടെ ചെലവ് ചെയ്യണോ എന്നും അറിഞ്ഞിരിക്കണം പ്രേം. അല്ല, ഇവർക്ക് വേണ്ടി ആവശ്യമില്ലാതെ ചെലവാക്കുന്ന എന്തിനാ? ചെറുക്കം വീട്ടുകാർ ആ വസുവിന്റെ കുടുംബത്തെയും നമ്മളെയും ഒരുപോലെയാണ് കാണുന്നത്. നമ്മൾ അപ്പർ ക്ലാസ് ആണെന്നും അവർ മിഡിൽ ക്ലാസ് ആണെന്നും അറ്റ്ലീസ്റ്റ് വസുവിന്റെ കുടുംബക്കാർക്കെങ്കിലും മനസ്സിലാവണം. അതായത് അവസരം കിട്ടുന്ന ഓരോ സമയത്തും നമ്മൾ അവരെ അപമാനിച്ചുകൊണ്ടിരിക്കണം. ഡയറക്റ്റായി നമ്മൾ തന്നെ അപമാനിച്ചാ നമ്മൾ വില്ലന്മാരായി പോവും. അതുകൊണ്ടാ ഇവരിലൂടെ അവരെ അപമാനിക്കുന്നത്. ഒരു നെക്ലേസ് പോയാലും നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുമല്ലോ. ഈ സുമംഗല പറയുന്നത് ആ ജയന്തി കേൾക്കുമെന്ന് നിനക്കെന്താണ് ഇത്ര ഉറപ്പ്? ഈ സുമ അത്ര നിസ്സാരക്കാരിയൊന്നും അല്ല. തിരികത്തിച്ചു വിടുന്ന ആറ്റം ബോംബ് പോലെയാ. ഇവരെ നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാ വരും കാലത്ത് അത് കാർത്തികയ്ക്ക് ഒരുപാട് ഉപയോഗപ്പെടും. ഇതൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങളുടെ ബുദ്ധിയാ. നടക്ക. അബി, അടുത്ത ചടങ്ങുകൾ തുടങ്ങാൻ സമയമായപ്പോ നീ പോയാ എങ്ങനെ അബി? അവരെ ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഇതിന് ഏട്ടൻ പോകേണ്ട ആവശ്യമില്ല. ഭാസ്കരേട്ടൻ പോയിട്ട് വരുമെന്നേ. റിലേറ്റീവ്സ് എല്ലാരും വന്നു, എന്നിട്ട് അവരിതുവരെ എത്തിയില്ല. എല്ലാത്തിനും മുന്നിൽ നിൽക്കേണ്ട അവര് ഇതുവരെ എത്തിയില്ലെങ്കിൽ അതിന് ഞാൻ മാത്രമാണ് കാരണം. ഇല്ല അബി, ഞാൻ ആന്റി ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിലേക്ക് കാർ അയക്കാന്ന് പറഞ്ഞതുമാണ്. ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ആന്റി തന്നെ പോയി അങ്കിളിനെ വിളിച്ചോണ്ടിരാന്ന ഫോൺ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞെങ്കിൽ അത് അവരുടെ വലിയ മനസ്സുകൊണ്ടാവും. എന്നാൽ അവരെ പോയി കൂട്ടിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ മാന്യതയാണ്. സന്ധ്യ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവരോടുള്ള മര്യാദ കുറഞ്ഞു പോയെന്ന് ഒരിക്കലും അവർക്ക് തോന്നരുത്. നമ്മൾ ഇതുവരെ അവരോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ ഏട്ടാ? ഏട്ടത്തെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മൾ ഒരുപോലെ തന്നെയല്ലേ? ആ സമയത്ത് അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ അതിനേക്കാൾ ശ്രദ്ധിക്കണം. അവർക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ല. അവരെ നമ്മൾ ചെറുതായി കണ്ടെന്ന് ഒരിക്കലും അവർക്ക് തോന്നാൻ ഇടയുണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഇവിടെ ചടങ്ങിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുക. നീയും അഖിലും ഇവിടെ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ചടങ്ങായത്.
അതിനേക്കാൾ എനിക്ക് അവരുടെ പ്രസൻസ് ആണ് മുഖ്യം. ഓൾറെഡി അവരില്ലാതെ തന്നെ ഗണപതി പൂജ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ അത് അവര് വന്നതിന് ശേഷം മാത്രം മതി. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. അഭി, ഏട്ടാ. ഏട്ടാ നോക്ക്, ആന്റി ഞങ്ങള് വന്നല്ലോ. എങ്ങോട്ടാ അഭി പോന്നെ? നിങ്ങളെ വിളിക്കാനായിട്ട് എയർപോർട്ടിലേക്ക് വരികയായിരുന്നു അങ്കിൾ. എന്താ ഭാസ്കർ പറയുന്നേ? ഞാൻ തന്നെ പോയി അങ്കിളിനെ കൂട്ടിക്കൊണ്ടു വരാന്ന് പറഞ്ഞതല്ലേ? നിങ്ങൾ ഇനിയും വന്നില്ല എന്ന് പറഞ്ഞും ഏട്ടൻ ഞങ്ങളോട് ദേഷ്യപ്പെടുമായിരുന്നു. ചടങ്ങുകളൊക്കെ പിന്നെ ചെയ്യാന്ന് പറഞ്ഞും ഏട്ടൻ അവിടെ നിന്ന് ഇറങ്ങി പോവുക ചെയ്തേ.